സുരേന്ദ്രനെ അടിച്ചു പുറത്താക്കണം, സുരേന്ദ്രനെയും സംഘത്തെയും അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കണം, എങ്കിലേ ഈ പാർട്ടി നന്നാവൂ എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സത്യത്തിൽ പാലക്കാടിന്റെ പരാജയത്തിൽ ഒരു പങ്ക് സുരേന്ദ്രനുമില്ലേ? പാലക്കാടിന്റെ പരാജയത്തിൽ തീർച്ചയായും സുരേന്ദ്രന് പങ്കുണ്ട്. കാരണം അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണല്ലോ. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഒരു കാരണം ഒഴികെ, അതായത് സുരേന്ദ്രൻ മറ്റൊരു പേര് വെച്ചിട്ട് ആ പേര് കേന്ദ്ര നേതൃത്വം വെട്ടിയിട്ടാണ് ഈ കൃഷ്ണകുമാറിന്റെ പേര് കൊടുത്തതെങ്കിൽ ഈ സുരേന്ദ്രനെ നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ സംസ്ഥാന നേതൃത്വം കൊടുത്ത പേരിൽ നിന്ന് എന്താണ് സുരേന്ദ്രൻ പക്ഷം ഒരു കൃത്യമായ ഒരു പേര് കൊടുത്തിട്ടാണ് ഇത്തരത്തിലൊരാളെ അവിടെ പ്രതിഷ്ഠിച്ചതെങ്കിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൃഷ്ണകുമാർ പറഞ്ഞത് 3 പേര് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിലോട്ട്, അവിടെ നിന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുരേന്ദ്രൻ പക്ഷ ഗ്രൂപ്പ് 3 പേരുകൾ താൽക്കാലികമായി കൊടുക്കുകയും ആ പേരിൽ നിന്ന് കൃഷ്ണകുമാർ വരാൻ വേണ്ടി പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായൊക്കെ സമ്മർദ്ദം ചെലുത്തുകയും ഈ പേര് തന്നെ ഇവിടെ വരണമെന്നും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വരരുത്, കെ സുരേന്ദ്രൻ വരുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി കൊടുക്കുകയും ചെയ്ത ഒരു തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചത്. അതിന്റെ പുറത്ത് ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ പറയുന്ന ഒരു പക്ഷം, ഒരു ഔദ്യോഗിക പക്ഷം ഉണ്ടല്ലോ, ഈ പക്ഷത്തിന്റെ നേതാക്കന്മാർ ഓരോരുത്തർക്കും BJPയുടെ ഈ പരാജയത്തിൽ പങ്കുണ്ട്. BJPയുടെ പൾസ് മനസ്സിലാക്കാൻ, അണികളുടെ പൾസ് മനസ്സിലാക്കാൻ, ഈ നിഷ്പക്ഷന്മാരായിട്ടുള്ള ആളുകളുടെ പൾസ് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. മെട്രോമാൻ ശ്രീധരൻ വന്ന സമയത്ത് അദ്ദേഹത്തോട് നിഷ്പക്ഷന്മാരായും CPM-ലും കോൺഗ്രസിലും ഒക്കെയുള്ള ആളുകൾക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു. ആ ബഹുമാനം താങ്കൾക്ക് കിട്ടുമെന്നുള്ള നിലപാട് ഇവർക്ക് വന്നിരുന്നു. ആ നിലപാട് അല്ലെങ്കിൽ ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് കളിക്കുമ്പോൾ സുരേന്ദ്രൻ തെറ്റിപ്പോയി എന്നുള്ളത് തീർച്ചയായിട്ടും. സുരേന്ദ്രനെ അടിച്ചു പുറത്താക്കിയാൽ, അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പിസം കളിച്ച് BJP തകർക്കാൻ ശ്രമിക്കുന്നവരെ അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിച്ചാലേ ആ പാർട്ടി രക്ഷപ്പെടുമെങ്കിൽ തീർച്ചയായും അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. പാലക്കാട് നഗരസഭയിൽ BJPക്ക് കിട്ടിയത് വലിയ കനത്ത തിരിച്ചടിയാണ്. 2021 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ 7000 വോട്ടിന്റെ കുറവാണ് വന്നിരിക്കുന്നത്. എന്ത് അപഹാസ്യമാണെന്ന് നോക്കൂ, 7000 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. UDFന് അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെച്ച ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയും വോട്ട് ഉയർത്തി. എന്നാൽ BJPക്ക് വലിയ ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നത്. 2021 നഗരസഭയിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 34,143 വോട്ട് നേടിയിരുന്നു. 2024 ലോക്സഭയിൽ 29,355 വോട്ടും കിട്ടിയിരുന്നു. എന്നാൽ ഇക്കുറി 27,077 വോട്ട് മാത്രമാണ് നേടാനായത്. 7,066 വോട്ട് 2021 അപേക്ഷിച്ച് കുറഞ്ഞു. എന്തായാലും ഈ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് 28,628, LDFന് 18,172, UDFന് 28,398 വോട്ടുമാണ് ഉള്ളത്. എന്തായാലും സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ, സന്ദീപ് വാര്യർ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവരെയൊക്കെ അടിച്ചിറക്കി പിന്നെ ചാണകവെള്ളം തളിക്കണം, സുരേന്ദ്രൻ രാജിവെക്കാതെ കേരളത്തിലെ BJP രക്ഷപ്പെടില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സുരേന്ദ്രൻ രാജിവെക്കാതെ, അയാളെ പുറത്താക്കാതെ BJP രക്ഷപ്പെടില്ല. കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടില്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ ഒരിക്കലും രാജിവെക്കരുത് എന്നാണ്. സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് ചീള് കേസാണ്, ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവർക്കുള്ള മറുപടിയാണ് പാലക്കാട്. എനിക്ക് പാലക്കാടിന്റെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവർ വഞ്ചിച്ചത് ബലിദാനികളെയാണ്. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, അയാളെ പുറത്താക്കാതെ BJP രക്ഷപ്പെടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ രാജിവെക്കരുത് എന്നാണ്. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി BJPക്ക് നേരിട്ടത്. പാൽ സൊസൈറ്റിയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ കൃഷ്ണകുമാർ, നഗരസഭയിലാണെങ്കിലും കൃഷ്ണകുമാർ, ലോക്സഭയിൽ കൃഷ്ണകുമാർ, നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും കൃഷ്ണകുമാർ എന്ന തരത്തിൽ കൃഷ്ണകുമാറും ഭാര്യയുമാണ് പാലക്കാട് BJP എന്ന എഴുതി കൊടുത്ത BJP നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദി. പാലക്കാട് സന്ദീപിന്റെ ഇഫക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ബലമാണ് ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ നേടിയ വിജയം. ഇതിൽ കൂടുതൽ ഇനി എന്താണ് പറയാനുള്ളത്? എത്രമാത്രം ദയനീയമാണ് BJPയുടെ അവസ്ഥ. BJPയുടെ അവസ്ഥ ദയനീയമാണ്. സുരേന്ദ്രനും ഈ ആളുകൾക്കും ഈ ഒരു ഉളുപ്പമില്ലാതെ വന്ന് ന്യായീകരിക്കുവനെ, ഞങ്ങൾ ഈ പരാജയത്തെ പറ്റി പഠിക്കും, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ ശ്രമിക്കും, അത് അന്വേഷിക്കും. എന്റെ പൊന്ന് എന്താ ഈ സുരേന്ദ്രൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ തന്നെയാ, സുരേന്ദ്രൻ മാറി അടുത്തൊരു നേതാവ് ഈ സ്ഥാനത്തേക്ക് വന്നു.
ഈ നേതാവ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിസമാണ് അവസാനിപ്പിക്കേണ്ടത്. ഈ കഴിവുള്ളവരെ ചേർത്ത് നിർത്താനും പുതിയ യുവ നേതൃത്വത്തെ കൊണ്ടുവരാനും ജില്ലാ തലങ്ങൾ തൊട്ട് പിന്നെ എന്താണ് പുതിയ നേതാക്കന്മാരെ എത്തിക്കാനും ഇവരുടെ അടിപ്പാവാട കഴുകി കൊടുക്കുന്നവരെ ജില്ലാ അധ്യക്ഷന്മാരാക്കി വെക്കുന്ന നിലപാട് തിരുത്താനും ഇവരുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ 180 അംഗ സംസ്ഥാന സമിതി ഉണ്ട് ഞങ്ങളിൽ എന്നാണ് പറയുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അവർക്ക് അത്രേ പ്രാധാന്യം അവർ കൊടുക്കുന്നുള്ളൂ. ആ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കലുകൾ മാറ്റിക്കൊണ്ട് നല്ല ആളുകളെ കൊണ്ടുവന്ന് ജേക്കബ് തോമസിനെ, ടി.പി. സെൻകുമാറെ, ആർ ശ്രീലേഖയെ പോലുള്ള, കെ എസ് രാധാകൃഷ്ണനെ പോലെ ഉള്ള ആളുകളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP യെ ഉടച്ചു വാർത്തില്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ BJP മുന്നോട്ട് പോവുക? കേരളത്തിനകത്ത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ തമിഴ്നാടിനേക്കാൾ കൂടുതൽ BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളും കേരളത്തിലെ ഹിന്ദുക്കളും ഒക്കെ തീർച്ചയായും ഒരു മൂന്നാം കക്ഷി വേണം, ഒരു ആൾട്ടർനേറ്റീവ് കക്ഷിയുടെ ആവശ്യമുണ്ട് എന്ന രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ അതിനെ മറികടക്കാൻ തങ്ങൾക്ക് പണം മാത്രം മതി, തങ്ങൾക്ക് ഗ്രൂപ്പ് മാത്രം മതി, തങ്ങൾ പറയുന്ന ആളുകൾ മാത്രം മതി, തനിക്ക് ശേഷം പ്രളയം എന്നുള്ള തീരുമാനമെടുത്ത് നിലപാടുകളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു കാര്യവും ഇവർക്ക് വേണ്ടി മുന്നോട്ടേക്ക് പോകുന്ന കേന്ദ്ര പ്രഭാരിയായിട്ടുള്ള എന്താണ് ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ തിരിച്ചടിയിൽ എന്താണ് പറയാനുള്ളത് എന്നാണ്. പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, നിങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മെയിൽ അയക്കുക, കൂട്ടമായി മെയിൽ അയക്കുക, കൂട്ടമായി പരാതികൾ സമർപ്പിക്കുക. ഈ ആരാണോ നേതൃത്വത്തിലേക്ക് വരേണ്ടത് അത് നിങ്ങൾ കേന്ദ്രത്തിലേക്കും മോദിക്കും അമിത്ഷായ്ക്കും നേരിട്ട് വ്യത്യസ്തമായ മെയിലുകൾ അയച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാലക്കാട് മോദി വാളെടുക്കും, ഉറപ്പാണ്. കാരണം ഇവിടെ ഒരു ഗ്രൂപ്പിസം എന്തായാലും ഉണ്ട് എന്നുള്ള സന്ദീപ് വാര്യരുടെ പോക്കൊന്നും BJP അത്ര കേന്ദ്ര നേതൃത്വം അത്ര വില കുറച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്ദീപിനെ പോലുള്ള ഒരു നേതാവിനെ പറഞ്ഞു വിട്ടുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങി ഇവരെ കേന്ദ്രം വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ രാഹുലിന്റെ ലീഡ് 17,097. രാഹുൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാലം ആലോചിച്ച് നോക്കൂ. ഷാഫിയൊക്കെ നിസ്സാര ലീഡിനെ വിജയിച്ച പാലക്കാട് രാഹുൽ ഉയർത്തിയ ലീഡാണ്. ഇത് BJPയുടെ പരാജയത്തെ അല്ലേ കാണിക്കുന്നത്? BJP നേതാക്കൾ എന്താണ് അവിടെ ഉണ്ടാക്കിയതെന്നാണ് ചോദ്യം. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർ തമ്പടിച്ചു വന്ന് പാലക്കാട് എന്താണ് ചെയ്തത്? കൃഷ്ണകുമാർ വിജയിക്കില്ല എന്ന് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെ പറഞ്ഞിട്ടും എന്തിനാണ് കൃഷ്ണകുമാറിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്? അപ്പോൾ BJP പാലക്കാട് വിജയിക്കരുത് എന്ന് BJPക്കാർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. തൃശ്ശൂർ പാലക്കാട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് അഭികാമ്യമായ, ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു മുഖത്തെ നിർത്തിക്കൊണ്ട് വ്യക്തിപരമായി ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ എന്തിന് നിങ്ങൾ പാലക്കാട് നിർത്തി എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ ഷാഫിയാണ് ഇവിടെ താരം അല്ലേ? ഷാഫിക്ക് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൾസ് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല, പാലക്കാട് ജനങ്ങളുടെ പൾസ് അറിയാം ഷാഫിക്ക്. ആ പൾസാണ് രാഹുൽ മാങ്കൂട്ടം. കെ മുരളീധരൻ നിന്നിരുന്നുവെങ്കിൽ പോലും ഇത്രയും വോട്ട് പാലക്കാട് കോൺഗ്രസ് പിടിക്കില്ലായിരുന്നു, ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ നേതാവ് തന്നെയാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വോട്ട് പിടിച്ചത് എന്നുള്ളത്. എന്തായാലും ചാണകവെള്ളം തളിക്കണോ അതോ മുളക് കലക്കി ഒഴിക്കണോ എന്നൊക്കെ ഉള്ളത് BJP പ്രവർത്തകരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളിനി ഇറങ്ങിയില്ല എങ്കിൽ, നിങ്ങളിനി ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ BJP പഴയ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും.